കോഴിക്കോട് കടലുണ്ടിയിൽ ട്രെയിനിന് നേരെയുണ്ടായ കല്ലേറിൽ വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്ക്. പുറമേരി സ്വദേശിയും UC കോളേജ് വിദ്യാർത്ഥിയുമായ ഐശ്വര്യ രാമകൃഷ്ണനാണ് പരിക്കേറ്റത്. ഐശ്വര്യയുടെ താടിയെല്ലിന് പൊട്ടലുണ്ട്, 2 പല്ലുകളും നഷ്ടമായി. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. തിങ്കളാഴ്ച രാത്രിയാണ് കടലുണ്ടിക്ക് സമീപത്ത് വെച്ച് കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിനിന് നേരെ കല്ലേറുണ്ടായത്. കല്ലേറിൽ ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്ന പുറമേരി സ്വദേശി ഐശ്വര്യ രാമകൃഷ്ണനെ ഗുരുതരമായി പരിക്കേറ്റു. വിദ്യാർത്ഥി ആലുവയിൽ നിന്ന് വടകരയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഐശ്വര്യ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കല്ലേറിൽ ബിരുദ വിദ്യാർത്ഥിയുടെ താടിയെല്ല് പൊട്ടുകയും 2 പല്ലുകൾ നഷ്ടമാവുകയും ചെയ്തു. താടിക്കും പറ്റി, പല്ല് 4 പൊട്ടിപ്പോയി, പിന്നെ ചുണ്ട് നല്ലോണം പൊട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ബീച്ച് ആശുപത്രി കൊണ്ടുപോയ ബീച്ച് ആശുപത്രി ഡോക്ടർ പറഞ്ഞ് ഇവിടുന്ന് ഇത് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് പെൺകുട്ടി ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ AVM മെമ്മോറിയലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ കൊണ്ടുപോകണം. പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ AVM മെമ്മോറിയലോ അങ്ങനത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടും, പ്രത്യേകിച്ച് പെൺകുട്ടി ആയതുകൊണ്ട് പ്രത്യേകിച്ചിട്ടും. അപ്പോൾ അങ്ങനെയാണ് AVM മെമ്മോറിയൽ അവർ കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വിളിച്ച് ട്രെയിനിൽ നിന്ന് പിന്നെ മറ്റുള്ള യാത്രക്കാർ സഹയാത്രികന്മാർ വിളിച്ച് എൻ്റെ നമ്പറിലേക്ക്. എറണാകുളം UC കോളേജിൽ പഠിക്കുന്ന ഐശ്വര്യ അവധിക്ക് നാട്ടിലേക്ക് വരുന്നതിനിടെയാണ് അതിക്രമം നേരിടേണ്ടി വന്നത്. ഐശ്വര്യയെ ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരും RPF ഉദ്യോഗസ്ഥരും ചേർന്നാണ് ആശുപത്രിയിലെത്തിച്ചത്. RPF സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. RPF പരാതിയെല്ലാം എഴുതി ഇന്നലെ കൊണ്ടുപോയിന്, എല്ലാം ചെയ്തിന് അവർ വന്നിട്ട് തന്നെ. ആക്രമണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. റെയിൽവേ ഡിവിഷണൽ മാനേജറും ഫറോക്ക് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറും 15 ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെയും അജ്ഞാതർ കല്ലെറിഞ്ഞിരുന്നു. അക്രമികളെ എത്രയും വേഗം പിടികൂടാനുള്ള ശ്രമത്തിലാണ് RPF. സാമൂഹ്യ വിരുദ്ധരെ കുറിച്ച് സൂചന ലഭിക്കാൻ സാധ്യതയുള്ള എല്ലാ വിവരങ്ങളും RPF ശേഖരിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.